ഇന്ന് മെയ് 6 ചൊവ്വാഴ്ച. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ്. ദേശീയ ആസ്മ ദിനമാണ് ഇന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ആസ്മ ദിനവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രോഗത്തെക്കുറിച്ച് പലരും അറിയാത്ത ചില കാര്യങ്ങൾ ഇവിടെ പറയാം. പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആസ്മ അത്ര നിസ്സാരമായി തള്ളാവുന്ന ഒരു രോഗമല്ല. ലോകത്ത് ഏതാണ്ട് 26 കോടി ജനങ്ങൾ ആസ്മ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ഇതുമൂലം ലോകമെമ്പാടും ഓരോ വർഷവും 4.5 ലക്ഷത്തിലധികം പേർ മരിക്കുന്നുണ്ടെന്നുമാണ് ഏറ്റവും പുതിയ കണക്ക്. ആസ്മ പൂർണ്ണമായും സുഖപ്പെടുത്തും, ഈ ഒരൊറ്റ പഴം കഴിച്ചാൽ മതി മാറുമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ വന്നാൽ അത്ര എളുപ്പത്തിൽ മാറ്റാവുന്ന ഒരു അസുഖമല്ല ആസ്മ എന്നതാണ് വാസ്തവം. അതുകൊണ്ട് കഴിയുന്നതും വരാതെ കരുതിയിരിക്കുന്നതാണ് ഉത്തമം. ആസ്മ വരാനുള്ള ഒരു പ്രധാന കാരണം പൊടിപടലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കിടപ്പറ പൊടിപടലങ്ങൾ ഇല്ലാതെ സംരക്ഷിക്കുക എന്നതാണ് ഒരു പ്രധാന കാര്യം. പുകപടലങ്ങളുള്ള ഇടങ്ങളിൽ അധികം പോകാതെ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ പാറ്റകൾ ആസ്മയ്ക്ക് കാരണമാകുന്നുണ്ട്. പാറ്റകൾ ജീവിക്കുന്ന തുളകൾ അടച്ചും വീട്ടുതറയും ഭിത്തിയും നനഞ്ഞു കിടക്കുന്ന ഒഴിവാക്കിയും പാറ്റകൾ നിർബന്ധമായും അകറ്റി നിർത്തണം. എയർ കണ്ടീഷനിങ് ഉള്ള മുറികളിൽ പൂപ്പലിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കും. ഇതും ആസ്മയ്ക്ക് സഹായകമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളർത്തുമൃഗങ്ങളെ പോറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആസ്മ വരാനുള്ള സാധ്യത ഏതാണ്ട് 80%. കാരണം വളർത്തുമൃഗങ്ങളുടെ രോമങ്ങളും പഴയ ചർമ്മകോശങ്ങളുമൊക്കെ ആസ്മ വരുത്തി വെക്കുന്നതിനുള്ള പ്രധാന കാരണമാണ്. പ്രത്യേകിച്ച് നായും പൂച്ചയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നവർ ഇക്കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഒരു കാരണവശാലും പട്ടിയെയും പൂച്ചയെയും ഉമ്മ വയ്ക്കാതിരിക്കുക. അവയെ ഉമ്മ വയ്ക്കുമ്പോൾ അവയുടെ വളരെ നേർത്ത രോമങ്ങളും ചർമ്മകോശങ്ങളുമൊക്കെ നിങ്ങളുടെ മൂക്കിലൂടെ ലെൻസിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇവയെ ഉമ്മ വയ്ക്കുന്നത് രക്ഷിതാക്കൾ തടയുക തന്നെ വേണം. കാരണം കുട്ടികളിൽ പൊതുവായി കാണുന്ന ഒരു മാറാവ്യാധിയാണ് ആസ്മ. അതിന് പ്രധാന കാരണം കുട്ടികൾ ഈ വളർത്തുമൃഗങ്ങളുമായി അടുത്ത് പെരുമാറുന്നതാണ്. മുതിർന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂച്ചയെയും പട്ടിയെയും ഒരു കാരണവശാലും ബെഡ്റൂമിൽ കയറ്റരുത്. അവയൊരിക്കലും ബെഡിൽ കയറാൻ അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ അവ നിങ്ങളുടെ ബെഡിൽ സ്ഥിരമായി കിടക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, ഒരു 10-15 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആസ്മ വരുമെന്ന കാര്യം ഏതാണ്ട് 100% ഉറപ്പാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടൊരു മാറാവ്യാധിയെ ബെഡിലേക്ക് വലിച്ച് കയറ്റാതിരിക്കുക എന്നതാണ് ഈ ആസ്മ ദിനത്തിൽ എനിക്കുള്ള ഒരു എളിയ നിർദ്ദേശം. അനുസരിക്കുന്നവർക്ക് അനുസരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. ഞാൻ നല്ലത് പറഞ്ഞു എന്ന് മാത്രം. ഇനിയൊക്കെ നിങ്ങൾക്ക് വിട്ടുതന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.